നമ്മൾ എന്താണ് ഇന്ന് സംഭവിച്ചത് എന്നുള്ളത് പ്രേക്ഷകരെ ഒന്ന് വിശദീകരിക്കുന്നു. പ്രേക്ഷകർക്ക് ഈ ഇമേജിൽ കാണാവുന്നതുപോലെ നമ്മുടെ മുന്നിലുള്ള സാധ്യതകൾ, നാളെ മുതലുള്ള തെരച്ചിലും ഇന്നത്തെ തെരച്ചിലും എങ്ങനെയായിരുന്നു. ആദ്യം ഞാൻ ഈ ഭൂപ്രകൃതി ഒരിക്കൽ കൂടി ഒന്ന് പരിചയപ്പെടുത്താം. ഇത് ഗംഗവാലി പുഴയാണ്. ഗംഗവാലി പുഴയിൽ ഈ അപകടം നടന്ന സ്ഥലത്ത് നേരത്തെ 209-210 മീറ്ററോളമാണ് ഇതിന് വീതി ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഏകദേശം 240ഓളം വീതിയുള്ള ഈ പുഴയുടെ ഈ ഭാഗത്തിൻ്റെ ഒത്ത മധ്യത്തിൽ ഒരു മണൽക്കൂര പ്രേക്ഷകർക്ക് കാണാം. ഏകദേശം 120ഓളം മീറ്റർ മാറിയാണ് ഈ മണൽക്കൂനയുള്ളത്. ഇവിടെ നിന്നും ഇങ്ങോട്ടും ഏകദേശം 120ഓളം മീറ്റർ ദൂരമാണുള്ളത് മറുകരയിലേക്ക് എത്താൻ. മൊത്തം ഒരു 240 മീറ്റർ വീതിയുണ്ട് ഗംഗാവാലി പുഴയ്ക്ക് ഈ അപകടം നടന്ന് ഷിരൂരിലെ സ്ഥലത്തേക്ക് എത്തുമ്പോൾ. മുന്നിലുള്ള സാധ്യതകൾ ഞാൻ ഈ മലനിര കൂടി ഒന്ന് പരിചയപ്പെടുത്താം. ഇടിഞ്ഞു വീണ മലനിര ഏകദേശം ഒരു 200 മീറ്റർ ഹൈറ്റിലാണ് ഈ മലനിര ഇടിഞ്ഞു വീണിരിക്കുന്നത്. ഇത്രയും ഭാഗത്തെ ഏകദേശം ഒരു 200 മീറ്റർ 180 മുതൽ 280 മീറ്റർ വരെ നീളത്തിലുള്ള വീതിയിലും ഒപ്പം 200ഓളം മീറ്റർ നീളത്തിലുമായിട്ടുള്ള മലനിരയാണ് ഇടിഞ്ഞു വീണിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ആഘാതശേഷി എത്രയുണ്ടെന്ന് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും. സൂറത്തിലെ NIT പ്രൊഫസർ ശ്രീവത്സല ഈ വിഷയത്തിലൊരു അനലിറ്റിക്സ് മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. ശേഖർ കുര്യാക്കോസ് നേരത്തെ അത് നമ്മളോട് വ്യക്തമാക്കിയിരുന്നു. ആ അനലിറ്റിക്സ് പ്രകാരം ഏകദേശം 280 മീറ്റർ ഉയരത്തിൽ നിന്ന് മണ്ണിടിഞ്ഞ് താഴേക്ക് വീണാൽ 40 ടൺ ഭാരം വരുന്ന റോലി ഈ ട്രക്ക് ഈ ദേശീയപാതയുടെ ഒരു വശത്ത് പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ദൂരം അതിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ സാധിക്കും എന്നതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിന് അനലിറ്റിക്സ് വിദഗ്ധർ കണ്ടെത്തിയത് ഏകദേശം 30 മീറ്റർ വരെ ഈ ലോറി കിടന്ന സ്ഥലത്തു നിന്നും 30 to 40 മീറ്റർ 40 ടൺ വരുന്ന ലോറിയെ ഡിസ്പ്ലേസ് ചെയ്യാനുള്ള അഥവാ നീക്കാനുള്ള മണ്ണ് മുകളിൽ നിന്ന് താഴേക്ക് വീണിട്ടുണ്ടാവാം. ഇതാണ് ശാസ്ത്രീയമായ സൂറത്തിലെ NIT പ്രൊഫസർ ശ്രീവത്സലയുടെ അനലിറ്റിക്കൽ മോഡൽ. ആ അനലിറ്റിക്കൽ മോഡലിന് കൺവിൻസിംഗ് ആയി സമാന്തരമായിട്ടാണ് നേവി വിഭാഗത്തിന് സിഗ്നലും ലഭിച്ചിരിക്കുന്നത്. ഏകദേശം 30 മുതൽ 40 മീറ്റർ വരെ. അങ്ങനെയാണെങ്കിൽ സ്പോട്ട് നമ്പർ 1 ഇപ്പോഴും അന്വേഷണം നടക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലമെന്ന് പറയുന്നത് ഈ ലോറി പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് നിന്നും ലക്ഷ്മണൻ്റെ ചായക്കടയാണ് ഇവിടെ നിങ്ങൾ കാണുക. ആ ചായക്കട നിന്നിരുന്ന ഭാഗം ഇപ്പോൾ പൂർണ്ണമായിട്ടും ഇല്ലാതായിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയുള്ള പ്രദേശത്ത് ദിസ് ഈസ് ദ സ്പോട്ട് നമ്പർ 1. ഇവിടെയാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ദിസ് ഈസ് ദ സ്പോട്ട് നമ്പർ 1. ഇവിടെയാണ് ഏകദേശം 1.5 മണിക്കൂർ നേരം നേവിയുടെ സ്കൂബ സംഘവും ഒപ്പം NDRFിൻ്റെ സംഘവും ചെലവിട്ട് പരിശോധന നടത്തിയത്. ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ടും വളരെ പവർഫുള്ള GPR ഉപയോഗിച്ചുകൊണ്ടും സോണാർ മെഷീൻ ഉപയോഗിച്ചുകൊണ്ടുമുള്ള തെരച്ചിലാണ് ഇന്ന് നടത്തിയത്. ഈ ഭാഗത്തും ഒപ്പം ഈ മണ്ണിൻ്റെ ഭാഗത്തും ലോറി പുതഞ്ഞു കിടപ്പുണ്ടോ എന്നതായിരുന്നു ഒരു പ്രഥമ പരിഗണന. രണ്ടാമത്തെ സാധ്യതയായി NDRF കരുതുന്നത് ദാറ്റ് ഈസ് സ്പോട്ട് നമ്പർ 2. നിലവിൽ 40 സെൻറ്റിമീറ്ററിനും അപ്പുറത്തേക്ക് ഈ ലോറി ഇവിടെ നിന്നും ഇടിഞ്ഞു താഴ്ന്ന് നടുക്കോട്ട് വരികയും ശക്തമായ ഡ്രിഫ്റ്റിൽ ഒരു വലിയ വെള്ളത്തിൻ്റെ തള്ളിച്ച ഉണ്ടായിട്ടുണ്ട്. ആ വെള്ളത്തിൻ്റെ തള്ളിച്ചയുടെ ആഘാതശേഷി അറിയണമെങ്കിൽ ഈ പുഴയുടെ മറുകരയിലുള്ള ഭാഗത്തേക്ക് വെള്ളം ഇരച്ചു കയറുകയാണ്. ഏകദേശം 7 വീടുകൾ തകർന്നുപോയി. 3 വീടുകൾ ഫൗണ്ടേഷൻ മാത്രം നിർത്തത്തക്ക രീതിയിൽ തകർന്നു. അതിൽ 2 സ്ത്രീകളെ കാണാതായി. ആ 2 പേരുടെയും മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത്രയും പവർഫുള്ളായി വെള്ളം മറുകരയിലേക്ക് അടിച്ചു കയറത്തക്ക രീതിയിലുള്ള ശക്തമായ മണ്ണിൻ്റെ തള്ളിച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നടുക്കേക്ക് വീഴുന്ന ഈ ടാങ്കർ ലോറിയും മുന്നോട്ടേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അത് ആ സമയത്തെ പുഴയുടെ ഡ്രിഫ്റ്റിൻ്റെ അടിസ്ഥാനത്തിലേ നമുക്ക് തീരുമാനിക്കാൻ കഴിയൂ. അത് അനോണിമസ് ആണ്. അത് എക്സ് ഫാക്ടറായിട്ട് നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ അല്പം കൂടി താഴേക്കൊഴുകി ഒരു 50 മീറ്ററിലേക്ക് ഒഴുകി ഈ ലോറി ഇവിടെ കാണാനുള്ള സാധ്യതയും NDRF സംഘം തിരയുന്നുണ്ട്. കാരണം ഇവിടെ കാണുന്ന മണൽക്കൂനകൾ, ഇവിടെ വീണിരിക്കുന്ന മണൽ ഇരുഭാഗത്തുമുള്ള മണ്ണ് ഒലിച്ചു പോവുകയും നടുക്കു മാത്രമായി മണ്ണ് പലയിടങ്ങളിലായിട്ട് തട്ടിക്കിടക്കുകയും ചെയ്യുന്നത് പ്രേക്ഷകർക്ക് കാണാം. ഒരു കൂന പോലെ. ഒന്നുകിൽ ഇതിനടിയിൽ വലിയ മണൽക്കൂനയുണ്ട്. ഇതിന് മുകളിൽ കയറി നിന്നുള്ള അന്വേഷണം നടത്തുന്നത് നമ്മൾ കണ്ടു. നേവിയുടെയും സ്കൂബയുടെയും സംഘം ഈ ഭാഗത്തും പരിശോധന നടത്തിയിട്ടുണ്ട്. നോക്കൂ, ഈ ഏരിയകളെല്ലാം ഈ മണ്ണിടിഞ്ഞു വീണ് കിടക്കുന്ന പ്രദേശമാണ്. ആ ഭാഗത്ത് ഗംഗാവാലി നദിയുടെ ആഴമെന്ന് പറയുന്നത് 26 മീറ്ററാണ്. 26 ഫീറ്റാണ്. 26 ഫീറ്റാണ് നദിയുടെ മധ്യത്തിലുള്ള ആഴം ഈ ഭാഗത്ത്. അപ്പോൾ അത്രയും ഭാഗത്തുള്ള മണ്ണ് നികந்து ഉയരിയിട്ടുണ്ടെങ്കിൽ 26 ഫീറ്റ് അടിയിൽ പുഴയിൽ നിന്ന് തന്നെ മുകളിലേക്ക് മണ്ണ് മുകളിൽ നിന്ന് വന്നിടിഞ്ഞു വീണ് ഉയർന്നിരിക്കുന്ന പ്രദേശം കാണാം. അപ്പോൾ അതുകൊണ്ട് ഈ ലോറി ഈ ഭാഗത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ ഏതെങ്കിലും ഒരു മണ്ണിൻ്റെ കീഴെയോ അല്ലെങ്കിൽ മണ്ണിന് മുൻപിലോ ഉണ്ട് എന്നൊരു പരിശോധനയും ഇപ്പോൾ നടത്തുന്നുണ്ട്. പക്ഷേ ഇതിന് കൂടുതൽ ശക്തമേറിയ സംവിധാനങ്ങൾ വേണ്ടിവരും. കൂടുതൽ ആഴത്തിൽ പരിശോധിക്കാൻ കഴിയുന്ന GPR സംവിധാനങ്ങളാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ദ്രബാലൻ്റെ സംഘത്തിലുള്ളത്. ഇന്ദ്രബാലൻ്റെ സംഘം നാളെ ഈ സ്ഥലത്തേക്ക് ആ മെഷീനറിയുമായിട്ടെത്തും. 2.5 കിലോമീറ്റർ
കിലോമീറ്റർ വരെ ആഴത്തിലുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കുന്ന അല്ലെങ്കിൽ തിരിച്ചറിയാൻ സാധിക്കുന്ന GPR സംവിധാനങ്ങൾ, ഏറ്റവും ശക്തമേറിയ GPR സിഗ്നൽ ലഭിക്കുന്ന ഉപകരണങ്ങളുമായിട്ടാണ് ഇന്ദ്രബാലൻ്റെ വരവ്. അങ്ങനെയാണെങ്കിൽ നാളെ ഇപ്പോൾ കർണാടക സർക്കാർ രേഖാമൂലം തന്നെ ഇന്ദ്രബാലൻ്റെ സേവനം, റിട്ടയേർഡ് NDRFൻ്റെ മേധാവിയാണ് ഇന്ദ്രബാലൻ, അദ്ദേഹം നാളെ എത്തുന്നതോടുകൂടി, പാലക്കാട്ടുകാരനാണ്, മലയാളിയാണ്, അദ്ദേഹത്തെ അവിടെ എത്തിക്കും എന്ന് സതീഷ് കൃഷ്ണസേൽ നേരത്തെ നമ്മളോട് പറഞ്ഞു. ഇന്ന് കർണാടക സർക്കാർ ഔദ്യോഗികമായി കത്തും നൽകിയിട്ടുണ്ട്. ഇന്ന് രാവിലെ നമ്മളുമായി ഇന്ദ്രബാലൻ സംസാരിക്കുകയും ചെയ്തു തത്സമയം. നാളെ എത്തുമ്പോഴുള്ള പരിശോധന നടക്കുന്നത് ഈ മേഖലകളിലായിരിക്കും. ഒന്നുകിൽ ഈ പുഴയോട് ചേർന്നുള്ള ലക്ഷ്മണൻ്റെ കടയുടെ താഴ്ന്ന ഭാഗത്തോ, അതല്ലെങ്കിൽ ഒരു 10 മീറ്റർ മാറി ഇവിടെയോ, അതല്ലെങ്കിൽ ഈ രക്ഷാപ്രവർത്തനം തുടങ്ങുന്ന ഈ ഭാഗത്തോ ആയിരിക്കാം. മറ്റൊരു സാധ്യതയുള്ളത് ഒരുപക്ഷെ കിടന്നതിന് നേരെ പാരലായി അതേപോലെ വലിയ പാറക്കഷണങ്ങളോ തടിയോ ഒക്കെ ഈ ലോറിയെ നീക്കിക്കൊണ്ട് വന്ന് വീണ് കിടക്കുന്നാൽ ലക്ഷ്മണൻ്റെ കടയുടെ മുൻപ് മാറിയുള്ള സ്പോട്ടിലും നമുക്ക് കാണാമെന്നുള്ളതാണ്. ഇതാണ് ഇപ്പോൾ നിലവിലത്തെ പരിശോധന നടക്കുന്നതിൻ്റെയും നാളത്തെ പരിശോധന നടക്കാൻ പോകുന്നതിൻ്റെയും ഒരു ചിത്രമായി നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇതിനിടയിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട്, വലിയ രീതിയിലുള്ള ഒഴുക്കുണ്ട്. ആ ഒഴുക്കും ഒപ്പം തന്നെ കനത്ത മഴയും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാവുകയും ചെയ്യുന്നുണ്ട്. നമുക്കിനി എത്രത്തോളം മണ്ണ് മാറ്റാനുണ്ട് എന്നുകൂടി ഒന്ന് ഞാൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഇതിൻ്റെ താഴെ ഈ മണൽക്കൂന എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കറിയണം. ഏതെങ്കിലും തരത്തിൽ നടുക്ക് കിടക്കുന്ന ആ ഭാഗത്ത് ഈ മണൽക്കൂന മാറ്റാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. നോക്കൂ, ഇതാണ് ഏറ്റവും ക്ലോസ് ഇമേജ്. ഇന്നിപ്പോൾ ഏറ്റവും ആശ്വാസകരമായ കാര്യം, എനിക്കറിയാം അർജുൻ്റെ സഹോദരി അഞ്ജു ഈ തത്സമയ പരിപാടി കാണുന്നുണ്ട്, തത്സമയം ഈ ദൃശ്യങ്ങളും കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അഞ്ജു, ഈ ഗംഗാവാലി പുഴയുടെ മറുകരയിലുള്ള ആ ഭാഗത്തെ തിരച്ചിൽ ഏറെക്കുറെ നമ്മൾ അവസാനിപ്പിച്ചു, അവിടെ ഇല്ല എന്നത് ഉറപ്പാക്കി. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തിരച്ചിൽ നടക്കുന്ന ഭാഗം പുഴയുടെ വശത്തേക്കുള്ള ഭാഗമാണ്. ഇതാ നോക്കൂ, ഏകദേശം ഒരു 16-20 അടി ഉയരത്തിൽ ഈ മൺകൂന ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ റോഡിൻ്റെ നിരപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ ഈ തിരച്ചിൽ ആരംഭിക്കുന്ന സമയത്ത് ഏകദേശം ഒരു 6-7 അടി ഉയരത്തിൽ മൺകൂന ഇവിടെ ഉണ്ടായിരുന്നു. ആ മൺകൂന പൂർണ്ണമായിട്ടും മാറ്റിയിരിക്കുന്നു. അപ്പോൾ വളരെ കൃത്യമായി ഇന്ന് നമ്മുടെ മണ്ണു നീക്കം നടന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ പുതിയ മെഷീനുകൾ കൊണ്ടുവന്നു. ആ മെഷീനുകൾ പ്രേക്ഷകർക്ക് കാണാം. അവിടെയുള്ള ഹിറ്റാച്ചി മെഷീനുകളുണ്ട്. നാളെ കൊണ്ടുവരാൻ പോകുന്നത് 60 ഫീറ്റോളം നീളത്തിൽ പുഴയിലെ മണ്ണ് വാരിയെടുക്കാൻ സാധിക്കുന്ന പ്രൊക്ലൈമർ അടക്കമുള്ള മെഷീനുകളും നാളെ അവിടെ എത്തിക്കും. 2 വലിയ എക്സ്കവേറ്ററുകൾ കൂടി അവിടേക്ക് എത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് പുഴയുടെ മുകളിൽ നിന്നുകൊണ്ട് താഴെയുള്ള മണ്ണ് നീക്കം ചെയ്യുക എന്നതാണ് ശ്രമകരമായ ജോലിയാണ്. കാരണം ഏത് നിമിഷം വേണമെങ്കിലും ഈ മെഷീനറി താഴെ പോകാം. കാരണം ഈ ഭാഗത്ത് മുഴുവൻ ദുർബലമായ പ്രദേശമാണ്, മണ്ണെടുത്ത് ഇളകിക്കിടക്കുന്ന ഒരു പ്രദേശമാണ് ഇത് എന്നതും പ്രേക്ഷകർക്ക് കാണാം. ഇതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രേക്ഷകർക്ക് ലഭിക്കുന്ന ദൃശ്യങ്ങൾ. അത് ആ സ്ഥലത്തിൻ്റെ ഏറ്റവും ക്ലോസ് വിഷ്വൽസ് റിപ്പോർട്ടർ പ്രേക്ഷകർക്ക് നൽകുന്ന വിഷ്വൽസാണ്. ഇത് നമുക്ക് പൂർണ്ണ ചിത്രവും നമുക്ക് സ്ക്രീനിൽ കൊടുക്കാം. അതിനു മുമ്പ് നമുക്ക് നോക്കൂ, ഇനി ഇവിടെ അവശേഷിക്കുന്നത് ഈ ഭാഗം മാത്രമാണ്. നമുക്കൊരു സംശയം ഉണ്ടായിരുന്നത്, ഇപ്പോഴും സംശയം ബാക്കി നിൽക്കുന്നത്, ഇപ്പോൾ കാണുന്ന ഈ പ്രദേശത്ത് ഈ ഭാഗത്ത് ഏതെങ്കിലും തരത്തിൽ ലോറി ഉണ്ടോ എന്നുള്ളതാണ്. ഞങ്ങൾ ഇവിടെ സന്ദർശനം നടത്തുന്ന സമയത്ത് ഇതാ നോക്കൂ, ഈ ഭാഗത്താണ് നമുക്ക് ആകെ സംശയം ഉണ്ടായിരുന്നത്. ലോറി പാർക്ക് ചെയ്തിരുന്ന മേഖലയായി കണക്കാക്കപ്പെടുന്നത് ഇവിടെയാണ്. ഇതിൽ ചേർന്ന മലനിരയാണ്, അതിലേക്ക് പിന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ കഴിയില്ല. ആ റോഡ് സൈഡിൽ ഇത്രയും ഭാഗമാണുള്ളത്. ഇവിടെ എങ്ങും ലോറി ഇല്ല. ഇവിടെയൊക്കെയാണ് ആദ്യത്തെ GPS സിഗ്നൽ ലഭിച്ചത്. ഇവിടെയൊന്നും സെർച്ച് നടത്തിയിട്ട് കണ്ടെത്താൻ സാധിച്ചില്ല. ഇപ്പോൾ വലതുഭാഗത്ത് ഈ ഗംഗാവാലി പുഴയുടെ തീരത്തുള്ള പ്രദേശത്ത് ഇവിടെ ഒരു മൺകൂര രൂപപ്പെട്ടിരിക്കുന്നത് കാണാം. മൺകൂര പുഴയിലേക്ക് ഇറങ്ങിക്കിടക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ റോഡുള്ളത് ഇത്രയുമാണ് എന്ന് പ്രേക്ഷകർ ശ്രദ്ധിക്കണം. റോഡുള്ള ഭാഗം നോക്കൂ, ഇത്രയുമാണ്. ഞാനതിൻ്റെ കുറച്ചുകൂടി വ്യക്തമായി ആ ദൃശ്യം പ്രേക്ഷകർക്ക് വരച്ചു നൽകാം. ഈ ഭാഗമാണ് റോഡുള്ളത്. ആ റോഡ് കടന്നിട്ട് ലക്ഷ്മണൻ്റെ കട നിന്ന ഭാഗം ഏകദേശം ഈ ഭാഗത്തായിട്ട് വരും, കട നിന്ന ഭാഗം. അപ്പോൾ ഇത്രയും മൺകൂന നദിയിലേക്ക് ഇറങ്ങിക്കിടപ്പുണ്ട്. അപ്പോൾ സ്വാഭാവികമായൊരു ചോദ്യം വരും, ഈ പുഴയുടെ ഈ തീരത്ത് എന്തായിരുന്നു? പുഴയുടെ തീരത്ത് പ്രേക്ഷകർ കാണുന്നത് പോലെ ഇതാ നോക്കൂ, പുഴയുടെ ബൗണ്ടറി ഇതാണ് യഥാർത്ഥത്തിൽ. ഇവിടെ വരുമ്പോൾ ആ ബൗണ്ടറി കുറച്ചുകൂടി ഇങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട്. ഈ ബൗണ്ടറിയുടെ ഈ ഭാഗത്ത് നിറയെ മരങ്ങൾ കാണാം പ്രേക്ഷകർക്ക്. ഒപ്പം ആളുകൾ കൃഷി ചെയ്യുന്ന ചെറിയ പാടങ്ങൾ കാണാം. ഇവിടെയും സമാനമായ മരങ്ങളും കൃഷി ചെയ്തിരുന്ന പാടങ്ങളും ഒക്കെയാണ് ഈ ലക്ഷ്മണൻ്റെ കടയുടെ താഴെ അടിവാരത്തുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊരു 16 അടിയോളം താഴ്ചയുള്ള കൃഷി ചെയ്യുന്ന പ്രദേശമാണ്. മുൻപോട്ട് ഇങ്ങനെ ധാരാളം കൃഷി സ്ഥലങ്ങൾ പ്രേക്ഷകർക്ക് കാണുകയും ചെയ്യും. ആ ഭാഗം പൂർണ്ണമായിട്ടും വന്ന് നികന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലോറി ഇവിടെ നിന്നും നീങ്ങി ഈ കൃഷി ചെയ്തിരുന്ന ഗംഗാവാലി നദിയുടെ കരയിലേക്ക് വീണിട്ടുണ്ടെങ്കിൽ അതിന് പുറത്തേക്ക് മണ്ണും ബാക്കി വലിയ പാറക്കഷണങ്ങൾ, ഈ പാറക്കഷണം നോക്കൂ, ഈ പാറക്കഷണത്തിൻ്റെ ഭാഗമാണ് കേട്ടോ ഇത് മൂന്നും പിന്നീട് മെഷീനറി കട്ട് ചെയ്ത് മാറ്റുന്നത് ഞങ്ങളവിടെ നിൽക്കുമ്പോൾ തന്നെ കട്ട് ചെയ്ത് മാറ്റുന്നത് നമ്മൾ കണ്ടു. അത്രത്തോളം വലിയ പാറക്കഷണങ്ങളാണ്. ഇപ്പോഴും അത്രയും വലിയ പാറക്കഷണങ്ങൾ ഇവിടെ കാണാം. പ്രേക്ഷകർക്ക് ആ പാറക്കഷണങ്ങളുടെ വലിപ്പം ഇവിടെ നിന്ന് ഈ ദൃശ്യങ്ങളിൽ മനസ്സിലാകുമോ എന്നറിയില്ല. ഇതൊക്കെ വലിയ വലിയ കൂറ്റൻ പാറക്കല്ലുകളാണ്. ആ പാറക്കല്ലുകളടക്കം മണ്ണ് മൂടി ഒരുപക്ഷെ ഈ ഗംഗാവാലി പുഴയുടെ താഴ്വരയിലേക്ക് വീണിട്ടുണ്ടാകാം എന്നുള്ളതാണ്. അതായത് പുഴയുടെ ഉള്ളിലേക്ക് പോകാതെ പുഴയോരത്ത്
കൃഷി ചെയ്തിരുന്ന സ്ഥലത്തിൽ അഥവാ നദീതടത്തിൽ ഒരുപക്ഷെ ഈ നമ്മുടെ അർജുൻ്റെ വാഹനം കാണാം എന്നുള്ള ഒരു പ്രതീക്ഷയും ഇപ്പോഴുണ്ട്. അത് നീക്കണമെങ്കിൽ നാളെ വലിയ പ്രക്ലൈമറുകൾ വന്ന് ഇവിടെ നിന്ന് മണ്ണ് താഴെ നിന്ന് വലിച്ചു മാറ്റണം. അത് ശ്രമകരമായ പണിയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മണ്ണിടിയാനുള്ള സാധ്യത കൂടുതലാണ്. നാളെ നടക്കുന്നത് ആ രീതിയിൽ വളരെ അഡ്വഞ്ചറായിട്ടുള്ള രക്ഷാപ്രവർത്തനം തന്നെയാണ്. ഇനി നമുക്ക് നമ്മുടെ അതിഥികളിലേക്ക് കൂടി ഒന്ന് പോയി വരാം. ഇതാണ് ഏറ്റവും ഒടുവിൽ നടന്ന രക്ഷാപ്രവർത്തന ദൗത്യത്തിലെ ഇനി നാളെ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ. അതാണ് ഞാൻ പ്രേക്ഷകരിൽ എത്തിച്ചത്.